ട്രംപിന്റെ പുതിയ യുദ്ധം ഇത് ഒരു യുഗത്തിന്റെ അവസാനമാണോ? നമുക്ക് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് അമേരിക്ക ഈ ഒരു പുതിയ യുദ്ധത്തിലേക്ക് എത്തിയത്? 2026 ഫെബ്രുവരി അവസാനം അമേരിക്ക ഇറാനെതിരെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി തുടങ്ങി. അവരുടെ ആദ്യത്തെ ലക്ഷ്യങ്ങൾ ഇതൊക്കെയായിരുന്നു: ഇറാനിയൻ ജനറൽമാർ, നാവികസേന, പിന്നെ മിസൈൽ ശേഖരങ്ങൾ. അപ്പോൾ ഇതിന് വൈറ്റ് ഹൗസ് പറഞ്ഞ ഔദ്യോഗിക കാരണം എന്തായിരുന്നു? അവരുടെ സൈനികരെയും ഇസ്രായേലിനെയും രക്ഷിക്കാനുള്ള ഒരു മുൻകരുതൽ ആക്രമണം, അത്രയുള്ളൂ. ഔദ്യോഗികമായി 3 ലക്ഷ്യങ്ങൾ: ഇറാന്റെ മിസൈലുകൾ തകർക്കണം, ആണവ പദ്ധതി നിർത്തണം, പിന്നെ തീവ്രവാദ ഫണ്ടിങ്ങും. പക്ഷേ ഈ പറഞ്ഞതിനപ്പുറം വേറെയും ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത്. അതായത് പുറത്തു പറഞ്ഞത് ന്യൂക്ലിയർ പ്രോഗ്രാം നിർത്താനെന്ന്, പക്ഷേ ശരിക്കുള്ള ലക്ഷ്യം ഭരണമാറ്റവും എണ്ണയുമായിരുന്നു. ഇറാനിലെ സാധാരണ പ്രക്ഷോഭങ്ങളിൽ തുടങ്ങി മാസങ്ങൾക്കുള്ളിൽ കാര്യങ്ങൾ കൈവിട്ടുപോയി. പക്ഷേ അമേരിക്കയുടെ ഈ ഹൈറിസ്ക് കളി പെട്ടെന്ന് തന്നെ പാളിപ്പോയി. അറ്റാക്ക് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്നൊരു പ്ലാനും ഇല്ലായിരുന്നു. അമേരിക്കൻ സൈന്യം ശരിക്കും പെട്ടുപോയി. ഈ യുദ്ധം ലോകം മുഴുവൻ പ്രശ്നങ്ങളുണ്ടാക്കി. അതിന്റെ വില വളരെ വലുതായിരുന്നു. ഒന്നോർത്തു നോക്കൂ, കോടിക്കണക്കിന് ഡോളറാണ് മിസൈലിനും ഫ്ലൈറ്റിനും വേണ്ടി മാത്രം പോയത്. അതിനേക്കാളൊക്കെ വലുത് ഡസൻ കണക്കിന് അമേരിക്കൻ സൈനികരുടെ ജീവനായിരുന്നു. പിന്നെ പറയണ്ടല്ലോ, എണ്ണവില ആകാശം മുട്ടെ കൂടി. സാധാരണക്കാർക്ക് ഇത് വലിയൊരു അടിയായി. യൂറോപ്പ് പോലുള്ള കൂട്ടുകാർ അമേരിക്കയെ വിട്ടു. ചൈനയും റഷ്യയും ആ ഗ്യാപ്പിൽ ഇറാനുമായി അടുത്തു. ഇതോടെ ലോകത്തിലെ വലിയേട്ടൻ എന്ന അമേരിക്കയുടെ പദവിക്ക് ഇളക്കം തട്ടിത്തുടങ്ങി. അപ്പോൾ ശരിക്കും ചോദ്യം ഇതാണ്: ഇത് അമേരിക്കൻ ശക്തിയുടെ ഒരു യുഗത്തിന്റെ അവസാനമാണോ?